നമ്മൾ പോഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് എൻട്രികൾ ആവശ്യാനുസരണം നമ്മൾ നിത്യവും രേഖപ്പെടുത്താറുണ്ട്. ഈ രേഖപ്പെടുത്തുന്ന എൻട്രികളൊക്കെ തന്നെ തിരുത്തലുകൾ ആവശ്യം വരുന്ന സമയങ്ങളിൽ അത് തിരുത്താനും ആവശ്യമായത് കൂട്ടിച്ചേർത്താനും നമുക്ക് കഴിയാറുണ്ട്. എന്നാൽ ഈ പോഷൻ ട്രാക്കറിനകത്ത് തന്നെ കുറച്ച് എൻട്രികൾ ഒരു തവണ തെറ്റി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനോ അല്ലെങ്കിൽ അത് മായ്ച്ചു കളയാനോ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. ആ എൻട്രികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം രീതിയിൽ തെറ്റായ എൻട്രികൾ ടീച്ചർമാർ പോഷൻ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മളുടെ അംഗൻവാടി സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ഒട്ടാകെ തന്നെ അത് നെഗറ്റീവായി ബാധിക്കും. ആ തെറ്റായിട്ടുള്ള എൻട്രികളാണ് നമ്മളുടെ സർക്കാർ സംവിധാനത്തിലേക്ക് ട്രാൻസ്ഫറായി പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ അല്ല പോകുന്നതെങ്കിൽ അത് നമുക്ക് വലിയൊരു പ്രശ്നമായി തീരും. അതുകൊണ്ട് തന്നെ തെറ്റുകൾ വരാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കി അത് പ്രകാരം നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ പോഷൻ ട്രാക്കറിൻ്റെ എൻട്രികൾ കൃത്യമായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഏതാണ് തെറ്റുകൾ തിരുത്താൻ കഴിയാത്ത ആ എൻട്രികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. 1. THR HCM ഓപ്ഷൻസ്. 2. നമ്മളുടെ പുതിയ വേർഷൻ 22 വന്നതിന് ശേഷം ഗ്രോത്ത് മോണിറ്ററിങ്ങിലെ മാറ്റം, അതായത് ഒരു തവണ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് തിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. 3. അംഗൻവാടിയിൽ നിന്നൊരു കുട്ടിയെ സ്കൂൾ ഗോയിങ് ആയി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾക്ക് പ്രീ സ്കൂൾ കുട്ടിയായി കൊണ്ടുവരാൻ കഴിയില്ല. തെറ്റായി രേഖപ്പെടുത്തിയാൽ തിരുത്താൻ കഴിയാത്ത വേറൊരു എൻട്രിയാണ് LMP. നമ്മളെ ഗർഭിണികളെ രജിസ്റ്റർ ചെയ്യുന്നത് ഈ LMPയെ ആശ്രയിച്ചുകൊണ്ടാണ്. ആധികാരികമായ രേഖ പ്രകാരമല്ലാതെ ഒരു ടീച്ചർ LMP തെറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഗർഭിണിയുടെ ഗർഭാവസ്ഥയും അതിനുശേഷമുള്ള ജനനം, അതിനുശേഷമുള്ള കുട്ടിയുടെ വിവരങ്ങളെല്ലാം തന്നെ തകരുന്ന രീതിയിലേക്ക് പോഷൻ ട്രാക്കറിലെ റിപ്പോർട്ടുകൾ പോകും. അതൊരു തെറ്റായിട്ടുള്ള എൻട്രിയായി മാറും. ഒരു തവണ LMP രേഖപ്പെടുത്തി വെരിഫൈ ചെയ്തൊരു ഗുണഭോക്താവിനെ ടീച്ചർക്ക് പിന്നീട് തിരുത്തി LMP ശരിയാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ടുള്ള രേഖ കൃത്യമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം LMP രേഖപ്പെടുത്തി ഒരു പ്രഗ്നൻറ്റിനെ ലിസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെയാണ് ഡെലിവറി ഡേറ്റ്. നമ്മളൊരു കുട്ടി ജനിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഗ്നൻ്റ് പ്രസവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റ് നമ്മൾ അറിയണം. കൃത്യമായിട്ടുള്ള ഡെലിവറി ഡേറ്റ് ആയിരിക്കണം നിങ്ങളവിടെ രേഖപ്പെടുത്തേണ്ടത്. അത് രേഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു തിരുത്തൽ അവിടെ നടത്താൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് കുട്ടിയുടെ ജനന തീയതിയും ജനിക്കുമ്പോഴുണ്ടാകുന്ന ഹൈറ്റും കൃത്യമായി അതും ഇത് പ്രകാരം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാസാമാസങ്ങളിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് വരാമെങ്കിലും ബർത്ത് വെയ്റ്റ്, ബർത്ത് ഹൈറ്റ് എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ ആദ്യം കാണുന്ന ഹൈറ്റും വെയ്റ്റുമാണ്. അത് തെറ്റുകൂടാതെ എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള എൻട്രികളാണ് ടീച്ചർമാർ തെറ്റുകൂടാതെ രേഖപ്പെടുത്തേണ്ടത്. ആ തെറ്റ് വരുന്ന ആ 3 എൻട്രികളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിലാദ്യത്തെ THR HCM ഓപ്ഷൻ. അതിനുവേണ്ടി നമ്മൾ 3-6 ഒരു കുട്ടിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി 3-6 ടാബ് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഇത്രയും ലിസ്റ്റിൽ നിന്ന് അഭിനവ് എന്ന് കാണുന്ന ഈ കുട്ടിയുടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിന് താഴെ കാണുന്ന THR HCM ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഈ ഓപ്ഷനിൽ അഭിനന്ദസ് എന്ന് പറയുന്ന കുട്ടിയുടെ പേജ് കണ്ടു കഴിഞ്ഞു. അവിടെ നിങ്ങൾക്ക് കാണാം വില്ലിംഗ് ടു ടേക്ക് THR or HCM. അതായത് ഈ അഭിനന്ദൻ എന്ന് പറയുന്ന 3-6 3 വർഷവും 5 മാസവുമായ ഈ കുട്ടി HCM ഓർ THR അത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. SNPയുടെ അണ്ടറിൽ വരുന്നത് കൊണ്ടാണ് ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു SNP
സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളവിടെ ടീച്ചർ യെസ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതിനർത്ഥം ഈ കുട്ടി പ്രീ സ്കൂൾ കുട്ടിയാണ്, ആ കുട്ടി വരുന്നത് കൊണ്ട് തന്നെ ആ കുട്ടി HCM സ്വീകരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ യെസ് എന്ന് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അറിയാതെ ടീച്ചറുടെ കൈവിരലുകൾ ഈ നോയിൽ എങ്ങാനും പോയി ഇതുപോലെയുള്ള കൺഫർമേഷൻ മെസ്സേജിൽ കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ കുട്ടിയെ വീണ്ടും HCMലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ടീച്ചർക്ക് ഇത് നെഗറ്റീവ്ലി റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഡെയിലി ട്രാക്കിങ്ങിൽ പോയി അവിടെ HCM രേഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ ഈ കുട്ടി SNPയിൽ നിന്നും പുറത്ത് നിൽക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതൊരു തെറ്റായിട്ടുള്ള എൻട്രി ആയി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ച് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പോർഷൻ ട്രാക്കറിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? അതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. 3-6 ഈ പറയുന്നൊരു കുട്ടി നമ്മൾ തൽക്കാലം മറ്റ് കാറ്റഗറിയിലേക്ക് പോവാം. പ്രഗ്നൻറ്റ്, ലാക്ടേറ്റിംഗ്, 6-3 ഇത്തരം കാറ്റഗറിയിലുള്ള നമ്മളെ ഗുണഭോക്താക്കൾക്ക് അംഗൻവാടിയിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ സേവനങ്ങളും ആവശ്യമാണ് എങ്കിലും ഞങ്ങൾക്ക് THR വേണ്ട എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഗുണഭോക്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കൺസെൻറ്റ് എഴുതി വാങ്ങിയതിന് ശേഷം ടീച്ചർക്ക് ഈ ഓപ്ഷൻ വഴി പോയി ഇവിടെ നോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ മെസ്സേജ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുണഭോക്താവിന് പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് സ്റ്റോക്ക് ഇറക്കേണ്ടതായിട്ട് വരില്ല. അങ്ങനെ ഇറക്കിയാലും നിങ്ങൾക്ക് ഈ ഡെയിലി ട്രാക്കിങ്ങിനകത്ത് നമ്മളെ പോർഷൻ ട്രാക്കറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഡെയിലി ട്രാക്കിങ്ങിനകത്ത് ഈ THR മാർക്ക് ചെയ്യുന്ന സമയം അവിടെ ഈ പറയുന്ന അഭിനന്ദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതാണോ ആ ഗുണഭോക്താവിന് നമ്മൾ നോ കൊടുക്കുന്നത് അവരുടെ പേര് കാണും. പക്ഷെ അവിടെ SNPയിൽ നിന്ന് അവർ പുറത്താണ്, ഓപ്റ്റഡ് ഫോർ നോട്ട് SNP എന്നുള്ള രീതിയിൽ ഇത് പ്രകാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിലൊന്നും ഒരിക്കലും ആ ഗുണഭോക്താവ് നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ THR മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് HCM സ്വീകരിക്കുന്ന അല്ലെങ്കിൽ THR സ്വീകരിക്കുന്ന ഒരു ഗുണഭോക്താവ് ഉണ്ടെങ്കിൽ ഇത്തരം രീതിയിൽ അറിയാതെ തെറ്റിപ്പോയി ടീച്ചേഴ്സ് എൻട്രി ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള എൻട്രി ആയിട്ട് മാറും. അത് പിന്നീട് ഒരിക്കലും തിരുത്താൻ കഴിയില്ല. ഇനി രണ്ടാമത് തെറ്റായിട്ടുള്ള ഒരു എൻട്രികളിലേക്ക് നമ്മൾ കിടക്കുന്നത്. എൻട്രികളൊന്നും തെറ്റല്ല, പക്ഷെ HCM ഓപ്റ്റ് ചെയ്യുന്ന THR സ്വീകരിക്കുന്ന ഒരാൾക്ക് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള എൻട്രി. അപ്പോൾ രണ്ടാമതിലേക്ക് കിടക്കുകയാണ്. നമ്മൾ രണ്ടാമത് പറഞ്ഞത് ഗ്രോത്ത് മോണിറ്ററിംഗ് ആണ്. വളർച്ചാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് പുതിയ വേർഷൻ 22 വന്നിട്ടുള്ള പുതിയ മാറ്റമായിരുന്നു. കൃത്യമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരു കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 24 മണിക്കൂറിന് ശേഷം നമ്മൾക്കത് വീണ്ടും എഡിറ്റ് ചെയ്ത് ആ മാസത്തിൽ തന്നെ പുതിയ ഹൈറ്റും വെയ്റ്റും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ വേർഷൻ വന്നതോടുകൂടി മാസത്തിൽ ഒരൊറ്റ തവണ മാത്രമേ ആ കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും രേഖപ്പെടുത്താൻ കഴിയുള്ളൂ. അത്തരത്തിൽ ഹൈറ്റും വെയ്റ്റും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ മാസത്തിൽ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു മാസത്തിൽ മാത്രം. അത് പിന്നീടൊരു മാസത്തിൽ അടുത്ത മാസങ്ങളിൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഹൈറ്റിലെ മാറ്റം, ഹൈറ്റ് കുറച്ചെഴുതി അത് കൂടുതലാക്കി എൻ്റർ ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിലും കൂടുതലായി എൻ്റർ ചെയ്ത ഹൈറ്റ് കുറച്ചെഴുതാൻ കഴിയില്ല. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു തെറ്റായിട്ടുള്ള ഒരു എൻട്രി ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഹൈറ്റും വെയ്റ്റും കൃത്യമായി കുട്ടിയുടെ അതാത് മാസങ്ങൾ തികയുന്ന സമയത്ത് ഗ്രോത്ത് മോണിറ്ററിംഗ് ഡിവൈസ് ഉപയോഗിച്ച് എടുത്തത് നിങ്ങൾ രേഖപ്പെടുത്തുക. വിളിച്ചു പറയുന്നതും ഫോണിലൂടെ സ്വീകരിക്കുന്ന ഹൈറ്റും വെയ്റ്റും അളവുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അടുത്തത് എൻട്രി. മൂന്നാമതായി തെറ്റ് വരാവുന്ന ഒരു എൻട്രിയിലേക്കാണ് പോകുന്നത്. തെറ്റുപറ്റാൻ സാധ്യതയുള്ള മൂന്നാമതൊരു എൻട്രി. അതിന് നമ്മൾ 3-6 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രീ സ്കൂളിൽ വരുന്നതും വരാത്തതുമായിട്ടുള്ള 3-6 കുട്ടികളെ ഈ ലിസ്റ്റിൽ കാണാം. ഇതിൽ പ്രീ സ്കൂളിൽ വരുന്ന ഒരു കുട്ടിയെ നമ്മൾ ആദ്യം ഓപ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് അൻകിത ഋതു എന്ന് പറയുന്ന കുട്ടിയുടെ നേരെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇതുപോലുള്ളൊരു ഓപ്ഷൻ വരും. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമതൊരു എൻട്രി പറഞ്ഞത്. ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഒരു എൻട്രിയാണിത്.
അങ്ങനെ ഒരിക്കൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് തിരുത്താൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു എൻട്രിയാണിത്. ഈ കുട്ടി ചൈൽഡ് ഗോയിങ് ടു അംഗൻവാടി സെൻറ്റർ സ്കൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അംഗൻവാടിയിൽ വരുന്ന നമ്മുടെ പ്രീ സ്കൂൾ കുട്ടി ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ടീച്ചർ അംഗൻവാടി സെൻറ്റർ റെഡ് കളർ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ അറിയാതെ ടീച്ചർ സ്കൂൾ എന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു കൺഫർമേഷൻ മെസ്സേജ് വന്നു, അതിൽ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അത് തിരുത്താൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു എൻട്രി ആയിട്ട് അത് മാറും. അത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ രീതി തന്നെ തകർക്കുന്ന ഒരു രീതിയായി മാറും. അംഗൻവാടിയിൽ വരുന്ന കുട്ടിയെ അംഗൻവാടി വരുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ റെക്കോർഡുകൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക, നമ്മൾക്ക് റിപ്പോർട്ട് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരം തെറ്റായ 3 എൻട്രികൾ ടീച്ചേഴ്സ് തിരിച്ചറിഞ്ഞു. തെറ്റ് വരാതെ, നിങ്ങളുടെ കൈവിരലുകൾ അറിയാതെ ഇതിനകത്തേക്ക് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം രീതികൾ മനസ്സിലാക്കാതെ പോർഷൻ ട്രാക്കർ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആഴത്തിൽ ചിന്തിക്കാനും ലളിതമായി, കൃത്യമായി, ആധികാരികമായി നിങ്ങൾക്ക് ഈ പോർഷൻ ട്രാക്കറിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ വിവരണങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കും. അതെല്ലാം സമയമെടുത്തുകൊണ്ട്, സമയം കണ്ടുകൊണ്ട് നിങ്ങൾ ഇത് ഒരു ജോലിയുടെ ഭാഗമായി എടുത്ത് ഇതെല്ലാം നിങ്ങളുടെ ജോലിയിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളെപ്പോലെ മിടുക്കരായിട്ടുള്ള അംഗൻവാടി പ്രവർത്തകർ നമ്മളുടെ നാട്ടിലൊരു മുതൽക്കൂട്ടായി മാറും. താങ്ക് യു.